ാണ് സാഹചര്യം. ഇതാ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് അവിടേക്ക് മിലിറ്ററി സംവിധാനം, ആർമി, കരസേന അവിടെ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടേക്ക് ഇനി അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ആ സങ്കീർണ ഭൂപ്രകൃതിയിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇനി കരസേനയ്ക്ക് മാത്രമേ കഴിയൂ എന്നതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടേക്ക് വാഹനങ്ങൾ എത്തുന്നത്. അവിടെയാണ് ഇനി രക്ഷാപ്രവർത്തനം നടക്കേണ്ടത്. അവിടെ പ്രതീക്ഷിച്ചതുപോലെ അവിടെ നമ്മുടെ സൈന്യം എത്തിയിരിക്കുന്നു. ദുരന്തമുഖത്ത് സൈന്യം കളത്തിലിറങ്ങുകയാണ്. ഇനി ദുരന്തമുഖത്ത് രക്ഷാദൗത്യം ഇനി സൈന്യം ഏറ്റെടുത്തു കഴിഞ്ഞു. അവരുടെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ ഉണ്ടാകും. ആ ഇടപെടലുകൾ എത്ര കണ്ട് വേഗത്തിൽ ആ ലോറി കണ്ടെത്താനാകും, അർജുനെ കണ്ടെടുക്കാനാകും, മറ്റു കുടുങ്ങിക്കിടക്കുന്ന മറ്റുള്ളവരെ കണ്ടെടുക്കാനാവും. അതിലാണ് ഈ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആ ദൗത്യം അതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ശ്രദ്ധിക്കുക, ഇന്ന് 6ാം ദിവസമാണ്. ഈ ദുരന്തമുണ്ടായതിന് 6ാം ദിവസം അവിടെ കരസേന കളത്തിലിറങ്ങുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് കാര്യങ്ങൾ വേഗത്തിൽ പോകും. ഒരുപക്ഷെ അവിടെ ഒരു പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ നമുക്ക് ഇടപെടാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ സംവിധാനത്തെയാണ് അവിടെ കളത്തിലിറക്കാനുള്ളത്. ഇനി അങ്ങോട്ടേക്ക് വേഗത്തിൽ നടപടികൾ നീങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സന്ദർശനവും വേഗത്തിലുണ്ടാവും. അങ്ങനെ അവിടുത്തെ രാഷ്ട്രീയ ശ്രദ്ധ പൂർണ്ണമായും ഈ അപകടവും ദുരന്തമുഖത്തേക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വളരെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഷിരൂരിൽ സൈന്യം ഇറങ്ങുന്നു. സൈന്യം രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുന്നു. ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണ ഈ മഹാദുരന്തത്തിൽ അവിടെ രക്ഷാദൗത്യം ഏറ്റെടുക്കുന്നത് സൈന്യമാണ്. ആ സൈന്യത്തിൻ്റെ ഇടപെടലുകളാണ് ഇനി ഫലം കാണുക എന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ആ പ്രതീക്ഷയിലേക്ക് ഇനി നമുക്ക് കാത്തിരിക്കാം. ദുരന്തമുഖത്ത് സൈന്യം നടത്തുന്ന ഇടപെടലുകൾ അത് തന്നെ ഫലം കാണാം. ഉടൻ തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അവിടെ സ്ഥലത്തെത്തും, സന്ദർശനം നടത്തും.